കോഴിക്കോട് താമരശ്ശേരിയിൽ ഓട്ടോ ഡ്രൈവർ തൂങ്ങി മരിച്ച നിലയിൽ താമരശ്ശേരി സ്വദേശി മുരളീധരനാണ് മരിച്ചത്. താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന്റെ ഗോവണിപ്പടിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയായിരുന്നു. മുരളീധരന്റെ ഓട്ടോയുടെ വായ്പ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. ഇന്നലെ ഫൈനാൻസ് കമ്പനി പ്രതിനിധികൾ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ചൊരു ഓട്ടോ തൊഴിലാളി ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, ഓട്ടോയുടെ വായ്പ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മുരളീധരൻ വായ്പ എടുത്തിരുന്നു ഓട്ടോറിക്ഷയുടെ ആവശ്യങ്ങൾക്കൊക്കെയായി. പക്ഷേ 3 തവണയായി ആ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ, അതായത് കഴിഞ്ഞ 3 അടവ് മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ആളുകൾ, ജീവനക്കാർ സ്റ്റാൻഡിലും വീട്ടിലും എത്തുകയും മുരളീധരനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പറയുന്നത്. ഇതേ തുടർന്ന് വലിയ മാനസിക സംഘർഷത്തിൽ കൂടിയായിരുന്നു മുരളീധരൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നാണ് ഇന്ന് രാവിലെ താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന്റെ ഗോവണിപ്പടിയിൽ ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ. പഞ്ചായത്ത് ഓഫീസിന് തൊട്ട് മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഇദ്ദേഹത്തിന്റെ വാഹനം ഇട്ട് ഓടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്ത് തന്നെ അല്ലെങ്കിൽ അതിന്റെ ഗോവണിയിൽ തന്നെ അദ്ദേഹം ജീവൻ ഒടുക്കിയതെന്നാണ് കരുതുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് താൻ ജീവൻ ഒടുക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് മുരളീധരന്റെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴി ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഇതിനുശേഷമാവും വിശദമായി ഇക്കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുകയും ഈ ജീവനക്കാരായ ആളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ മുരളീധരനുമായി ഇവർ നടത്തിയ സംസാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഭീഷണികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ഇതിനുശേഷം കൃത്യമായും ഈ സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഈ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് മരണത്തിന് കാരണമായത് എന്ന് കണ്ടെത്തിയാൽ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തുമെന്ന്